പേര് ഹക്കീം കുന്നോങ്കളാണ്. ഞാൻ എല്ലാവരെയും പോലെ തന്നെ കാലങ്ങളായിട്ട് ഒരു ആഗ്രഹമാണ് ഒരു കുഞ്ഞു വീട് എന്നുള്ളത്. എൻ്റെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത്. കാരണം ഇതൊരു പല സ്ഥലത്തും കണ്ടപ്പോൾ എൻ്റെ സ്വപ്നമായിട്ട് അവശേഷിക്കുന്നു കരുതിയിട്ടുള്ള ആ ഒരു സ്വപ്ന ഭവനം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. കാരണം ഈ വീട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ട പലതും അതേപോലെ തന്നെ അതല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഏറ്റവും നല്ല രീതിയിൽ ഇത് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം ഇപ്പോൾ തോന്നുന്നത്. വീട് എന്നുള്ള ഒരു സ്വപ്നം പകുതി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പല ഇൻറ്റീരിയേഴ്സ് ഡിസൈനേഴ്സും ഞാനുമായി കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് അതല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ബജറ്റ്, എൻ്റെ ഒരു കൺസെപ്റ്റ് അത് അതേപോലെ ഇവിടെ വരണം എന്നുള്ള ആ ഒരു അതേ ടേസ്റ്റുള്ള ഒരു ഡിസൈനേഴ്സിനെ കണ്ടെത്തിയത് നമ്മുടെ ഈ അനീഷേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഡിസൈൻ കോഡ് എന്നുള്ള ഈ സ്ഥാപനമാണ്. നാല് കാര്യത്തിന്റെ മുകളിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്ന് ചോദിച്ചാൽ ആ 4 കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന്, ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ചു. രണ്ടാമത്, ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചോദിച്ചു വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ സംസാരിച്ചു. മൂന്നാമത്, ബജറ്റിനെ പറ്റിയിട്ടാണ്, നമ്മുടെ ഇതിനെത്ര രൂപ ചെലവഴിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ചർച്ച. നാലാമത് എന്നോട് ഇവർ സംസാരിച്ചത് ഇതിന്റെ സമയം, എത്ര നാൾക്കാലം ഇത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ 4 കാര്യത്തിന്റെ മുകളിൽ ചർച്ച നടന്ന് അതിനുശേഷം 4 കാര്യത്തിലും ഒരു തീരുമാനത്തിലെത്തി എന്നിട്ട് അതുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്ന സൈറ്റിൽ എപ്പോഴും വന്ന് ഇതിന്റെ ദിവസവും ഇവിടെ വന്ന് പരിശോധന, വർക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ വന്ന് പരിശോധനകൾ നടത്തി. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാരണം ഒരു ദിവസം ആ വർക്കേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിലും അവിടെ വന്ന് അത് പരിശോധിച്ച് ഇനി ഇവരുടെ വർക്കിലിന്റെ അകത്ത് പെടുന്ന വർക്കുകളല്ല, എൻ്റെ ഇനിയിപ്പോൾ ഒരു കിണറിന്റെ പണിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുറ്റത്തിന്റെ പണികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പണികളാണെങ്കിൽ പോലും ഇവിടെ വന്ന് അത് പരിശോധിച്ച് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു തന്ന് അതൊക്കെയാണ് എന്നെ വല്ലാത്ത രീതിയിൽ ആകർഷിച്ചത് ഇവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതിൽ. ഇന്ന് 29-ാം തീയതി എന്നോട് പറഞ്ഞു ഫെബ്രുവരി 1-ന് മുമ്പ് വർക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. ഞാൻ അന്ന് തന്നെ എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ തീയതിയെ കുറിച്ചു ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ തീയതി കുറിക്കുകയാണ് എന്നുള്ളത്. 1-ാം തീയതിയാണെന്ന്. ഇവര് 30-ാം തീയതി ആയിട്ട് തീർക്കും, 31-ാം തീയതി ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ തീയതിയും കുറിച്ചിട്ട് അതേപോലെ പറഞ്ഞ തീയതിക്കുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആക്കി. മാത്രമല്ല ഒരു ക്വാളിറ്റിയിലും വിട്ടുവീഴ്ച ചെയ്യാതെ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഓരോ മെറ്റീരിയലും അത് നമ്മൾ ഏതാണോ ആവശ്യപ്പെട്ടത് അത് തന്നെ അതേ കമ്പനിയുടെ അതേ ബ്രാൻഡിൻ്റെ അതേ ഉൽപ്പന്നങ്ങൾ അതും ഏറ്റവും മികച്ച രീതിയിൽ ഉത്തരവാദിത്വത്തോടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടാണ് പോകുന്നില്ല, അതിൻ്റെതായ രീതിയിൽ അത് സൂക്ഷിച്ചു വെച്ച് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് അവർ പോയതും. ഒരു വർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർപ്പണബോധം എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് 100% ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് ഇവരുടെ ഒരു ക്ലയന്റ് എന്ന നിലയിൽ ഞാൻ തുറന്നു പറയുന്നത് അഭിമാനത്തോടെ തുറന്നു പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. ഞാൻ സ്വപ്നം കണ്ടത് എന്താണോ അതിൻ്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇവരുടെ ഏറ്റവും നല്ല മിടുക്കായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ പേര് അനീഷ്. ഞാനിങ്ങനെ ഡിസൈൻ കോഡ് എന്ന സ്ഥാപനം ഇങ്ങനെ നടത്തിക്കൊണ്ട് 2014 മുതലാണ് ഞാനിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ബിഗിനിങ് ഒരു ഡിസൈൻ മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ ഒരുപാട് ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് നമുക്ക് എന്തുകൊണ്ടൊരു സ്പെഷ്യലാണ്? ഒരു പ്രൊജക്റ്റ് എല്ലാം കൊണ്ടും നന്നായി വരുന്നത് എപ്പോഴും ഓഫ് കോഴ്സ് ടൈം, ബഡ്ജറ്റ് ഒരു ഘടകം തന്നെയാണ്. എങ്കിലും ക്ലയൻറ്റ് നമുക്ക് തരുന്ന സപ്പോർട്ടും ഫ്രീഡും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ട് ഓഫ് ദി ഹൗസ് എന്ന് വിളിക്കുന്ന ഏരിയ ഇതിൻ്റെ കോർട്ട്യാർഡ് തന്നെയാണ്. ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് ഈ പ്രൊജക്റ്റിൽ ഒരുപാട് ഡിസൈൻ എലമെൻറ്റ് കൊണ്ടുവരിക എന്നതിലുപരി വളരെ മിനിമൽ ഡിസൈനിൽ ഡീറ്റെയിലിങ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഡിസൈൻ കോഡ് എന്ന സ്ഥാപനത്തിനും പ്രിയപ്പെട്ട ശ്രീ അനീഷും അവർക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്.